നാട്ടുകാരെ, കോടിയേരി സഹകരണ സർവീസ് ബാങ്കിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഹെഡ് ഓഫീസും അതുപോലത്തെ ഒരു മിനി ഓഡിറ്റോറിയവും. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മളാണ് തലശ്ശേരി സഹകരണ സർക്കിളിൽ ആദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു ബാങ്കാണ്. ഒരുപാട് മഹാരഥന്മാർ അവരുടെ പ്രവർത്തനം കൊണ്ട് ഇന്നീ നിലയിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിൽ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഹെഡ് ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അവർകളാണ്. അതേപോലെ ഈ ചടങ്ങിൽ പ്രധാന അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ യമുന റാണി ടീച്ചറാണ്. യമുന റാണി ടീച്ചറെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് റെപ്കോ ചെയർമാൻ ശ്രീ കാരായി രാജനാണ്. ശ്രീ കാരായി രാജൻ അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡൈനിങ് ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുൻ മുനിസിപ്പൽ ചെയർമാൻ സി കെ രമേശനാണ്. സി കെ രമേശനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മീറ്റിംഗ് ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ശ്രീ രാമകൃഷ്ണൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറാണ്. അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിക്ഷേപം സ്വീകരിക്കുന്നത് ശ്രീമതി ഉഷായൊക്കെയാണ്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ തലശ്ശേരിയാണ്. ഉപഹാരം സമർപ്പിക്കുന്നത് കോടിയേരി ബാങ്ക് പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അത് ഊരാളുങ്കലിൻ്റെ GM-ന് ഉപഹാരം സമർപ്പിക്കുന്നതാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ M.B. ജയരാജൻ, വൈസ് ചെയർമാൻ തലശ്ശേരി നഗരസഭ, അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീമതി മിനി വി, വാർഡ് കൗൺസിലർ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബി സതി, പ്രസിഡന്റ് തലശ്ശേരി മുനിസിപ്പൽ വനിതാ സഹകരണ സംഘത്തിൻ്റെ സതിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. CPI-എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് A. ശശി, കോടിയേരി സൗത്ത് ലോക്കൽ സെക്രട്ടറിയെ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ KM ശ്രീശൻ, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. CPI-യുടെ KM ശ്രീശൻ, അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ ശ്രീ പ്രസീൽ ബാബു, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രാമചന്ദ്രൻ, BJP-യുടെ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ശ്രീ ഖാലിദ് മാസ്റ്റർ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KCU-ൻ്റെ ശ്രീ സുരേഷ് ബാബു പുത്തലത്ത്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി അനിൽകുമാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ യമുന റാണി ടീച്ചറെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർക്ക്, തലശ്ശേരി കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് M. ഷംസീർ, കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ M.K. താഹിർ,
ഹെഡ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത ശ്രീ കാരായി രാജൻ, ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മുൻ നഗരസഭാ ചെയർമാൻ സി കെ രമേശൻ, മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ ബി, സഹകരണ സംഘം ജോയിൻ്റ് രജിസ്ട്രാർ, നിക്ഷേപം സ്വീകരിക്കുന്ന ശ്രീമതി ഉഷ, സഹകരണ സംഘം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ തലശ്ശേരി, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബാങ്ക് ജീവനക്കാരെ, പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ സഹകരണ മേഖലയിൽ വളരെ പ്രഥമവും അതുപോലെ തന്നെ പ്രധാനവുമായ ഒരു വായ്പാ സംഘമാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ആ ബാങ്കിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ സ്വാഗത ഭാഷകൻ പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചു. എന്നിരുന്നാലും ഈ നങ്ങാർത്ത വീടുകയിൽ തുടങ്ങുന്ന പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഈ ബ്രാഞ്ചിൽ ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലാണ്. അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കാനും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നമുക്ക് സഹായകമാകുന്ന ഇത്തരം സഹകരണ സംഘങ്ങളെ എല്ലാവരും നാട്ടുകാരും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഭാവി ഈ ബാങ്കിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ. കേരളീയ സഹകരണ പ്രസ്ഥാനത്തിലെ നൂതനമായ ആശയങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്ന സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വി കെ വാസവൻ അവർകളെ പ്രൗഢമായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ടീച്ചർ, സ്വാഗതം ആശംസിച്ച ശ്രീ എം കെ താഹിർ, സമാദരണീയനായ നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് എൻ ഷംസീർ, ബഹുമാനായ ശ്രീ കാരായി രാജൻ, ശ്രീ സി കെ രമേശൻ, വേദിയിലുള്ള ബഹുമാന്യരായ ഉദ്യോഗസ്ഥ പ്രമുഖരെ, മറ്റ് ജനപ്രതിനിധികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് 8 ബ്രാഞ്ച് ഉൾക്കൊള്ളുന്ന ഏതാണ്ട് 252 കോടി രൂപയുടെ നിക്ഷേപവും 238 കോടി രൂപയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങും 292 കോടി രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലുമുള്ള സഹകരണ സ്ഥാപനമാണ്. പൊതുവെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചും മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തന ശൈലികൾ ആവിഷ്കരിച്ചും ഏറ്റവും മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം അതോടൊപ്പം ഓഡിറ്റോറിയം ഉണ്ടാകണമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചും അതിൻ്റെ പ്രവർത്തനം ഏറെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ തുടർന്നും അവർക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഒരു സാമ്പത്തിക സ്ഥാപനത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ഇരിപ്പിടങ്ങൾ അതിപ്രധാനമാണ്. കൈകാര്യം ചെയ്യുന്നത് സമ്പത്താണ്. വളർച്ചയ്ക്കനുസരിച്ച് പശ്ചാത്തല സൗകര്യവും വികസിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം വേണമെന്ന ആശയത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനും അത് വിപുലമായ സൗകര്യങ്ങളോടുകൂടി ആധുനിക സംവിധാനങ്ങളോടുകൂടി ആകണമെന്നും ആഗ്രഹിച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ടുള്ളത്. സഹകരണ മേഖല പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പല രൂപത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രയാണം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് അധികാരമില്ലാത്ത പരിധിയിൽ കടന്നു കയറി പല രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം അല്ലെങ്കിൽ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠവും അതനുസരിച്ചുള്ള സുപ്രധാനമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയും അതേപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം നൽകിയും എങ്ങനെ കേരളത്തിലെ വലിയ രൂപത്തിലുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ തടയാം എന്നാലോചിക്കുന്ന രൂപത്തിലാണ് ആ നീക്കങ്ങൾ വരുന്നത്.
അതിന് കാരണം ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സഹകരണ മേഖലയുടെ ക്രെഡിറ്റ് രംഗത്തെ നിക്ഷേപമെടുക്കുമ്പോൾ 71% നിക്ഷേപവും കേരളത്തിലാണ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ നിക്ഷേപം. ഈ നിക്ഷേപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു വേതാളക്കഴുകനെ പോലെ സഹകരണയ്ക്ക് മേലേക്കും ഇതിൻ്റെ മേലെ വട്ടവിട്ട് പറക്കും. ആ നീക്കത്തെയാണ് നിയമപരമായും അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായും പ്രക്ഷോഭ സമരത്തിലൂടെ എല്ലാം നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലുള്ള വെല്ലുവിളികളെ നാം അതിജീവിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ, നിധി പോലുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ സഹകരണ മേഖലയ്ക്കെതിരായി വെല്ലുവിളി ഉയർത്തുന്നവരാണ്. അതിനെ പ്രതിരോധിച്ചും വലിയ രൂപത്തിൽ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനം ഇന്ന് കടന്നുചെല്ലാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. നിക്ഷേപ സമാഹരണ യജ്ഞം കഴിഞ്ഞ പ്രാവശ്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമിട്ടതിനേക്കാൾ ഇരട്ടി നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ മേഖലയുടെ വിശ്വാസ്യത നിലനിൽക്കുന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഈ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത, ഇപ്പം നാട്ടിലേത് ദുഃഖമുണ്ടായാൽ, ദുരിതമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, കഷ്ടപ്പാടുണ്ടായാൽ അതിനെല്ലാം അതിജീവിക്കുന്ന രംഗത്ത് ഏറ്റവും സേവനവും സഹായവുമായി മുന്നോട്ട് വരുന്നത് സഹകരണ മേഖലയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട് ദുരന്തം. വയനാട് ദുരന്തമുണ്ടായ പ്രദേശത്ത് അവിടെ ദുരന്തത്തിൽപ്പെട്ടവരുടെയും അതിനാഹാരമേറ്റവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും എല്ലാം വായ്പകൾ വലിയ രൂപത്തിലുണ്ട്. ആദ്യമായി കേരളത്തിൽ ആ ദുരന്തബാധിത പ്രദേശങ്ങളിലെ കൃഷിക്കാരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് കേരളത്തിൽ സഹകരണ ബാങ്കാണ് എന്ന അഭിമാനത്തോടെ പറയുകയാണ്. അതേസമയത്ത് അവിടെ ഗ്രാമീൺ ബാങ്ക് സംസ്ഥാന ഗവൺമെൻറ് വാടക കൊടുത്ത വീട് നഷ്ടപ്പെട്ടവർക്ക് 6000 രൂപ വെച്ച് വാടക കൊടുത്തു. 10000 രൂപ വെച്ചവർക്ക് നിത്യജീവിതത്തിന് ആദ്യം കൊടുത്തു. ഈ പണം ബാങ്കിലേക്ക് വന്നപ്പോൾ ഗ്രാമീൺ ബാങ്ക് ചെയ്തത് കുടിശ്ശികയുണ്ടായിരുന്നുള്ള മുഴുവൻ അദ്ദേഹത്ത് വരവ് വെക്കുകയെന്ന്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന ക്യാമ്പുകളിൽ കഴിയുന്ന ആ നിസ്സഹായരുടെ ഗവൺമെൻറ്റിൻ്റെ കൊടുത്ത സഹായത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന രൂപത്തിലേക്ക് ചില ബാങ്കുകൾ പോയപ്പോൾ സഹകരണ മേഖല മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. ഇവിടെയാണ് സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത തിരിച്ചറിയേണ്ടത്. ഇത് കേരളത്തിലെ മഹാദുരന്തം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അന്ന് 2400ഓളം വീടുകൾ സൗജന്യമായി വെച്ചു കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ നിശ്ചയദാർഢ്യത്തോട് നീക്കം വന്നത്. കോവിഡ് വന്നപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ, അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ദുരിതാശ്വാസ സഹായങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ എല്ലാവർക്കും മൊബൈൽ വാങ്ങാനുള്ള പലിശരഹിത വായ്പ കൊടുത്തത് കേരളത്തിൽ സഹകരണ മേഖല മാത്രമാണ്. വേറെ ആരും ആ രംഗത്തേക്ക് വന്നില്ല. ഞാനിത് സൂചിപ്പിച്ചു വരുന്നത് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ച് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ദുരിതാശ്വാസ നിലയ്ക്ക് അന്ന് 282 കോടി രൂപ ഗവൺമെൻറ്റിന് കൊടുത്തു. ഇപ്പോഴും നല്ല രൂപത്തിൽ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കുന്നത് സഹകരണ മേഖലയാണ്. വലിയ രൂപത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും മുന്നോട്ട് പോകും. ഇത് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ രംഗം വിവിധ മേഖലകളിൽ അതിൻ്റെ ഇടപെടൽ നടത്തി മുന്നോട്ട് വന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ട്, അതേപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്തുണ്ട്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് രംഗം, കൺസ്യൂമർ ഫെഡ് എല്ലാം. ഈ ഓണക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില നിലവാരത്തെ പിടിച്ചു നിർത്താൻ 13 ഇനങ്ങൾ സബ്സിഡി കൊടുത്ത് 60% വരെ വിലക്കുറവോടുകൂടി വിറ്റഴിച്ചത് കൺസ്യൂമർ ഫെഡിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. സഹകരണ മേഖലയുടെ ഇടപെടലാണ്. ആതുര സേവന രംഗത്ത് 200-ൽ പരം ആശുപത്രികൾ നമുക്കുണ്ട്. വലിയ ഇടപെടലുകളാണ് ആതുര സേവന രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വിവിധ തലങ്ങളിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് ഉച്ചകോടി നടക്കുകയുണ്ടായി. ജോർദാനിൽ വെച്ചാണ് നടന്നത്. ആ ജോർദാനിൽ നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ രാജ്യത്തിന് പുറമേ ഒരു രാജ്യത്തിനൊരു പ്രതിനിധിയാണ്. പക്ഷേ ആ ഉച്ചകോടിയിലേക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ ക്ഷണിച്ചുള്ളൂ, അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയാണ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുക. അത് ചെറിയ കാര്യമല്ല, കേരളത്തിലെ സഹകരണ മേഖലയുടെ പുരോഗതിയുടെ അംഗീകാരമാണ്. അന്ന് അമിത്ഷാ എത്താതിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനുള്ള അവസരം സഹകരണ മന്ത്രിയൊന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളെ അവിടെ വിവരിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ പരിശോധിക്കുമ്പോൾ ലോകത്തെ 2ാമത്തെ സഹകരണ സംഘമായി വന്നു.
കേരള ബാങ്ക് ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇന്ന് ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും, മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും ATM-ഉം അതേപോലെ തന്നെ RTGS-ഉം നെഫ്റ്റും IMUPS-ഉം എല്ലാം ഇന്ന് കേരള ബാങ്കിന് സ്വന്തമാണ്. എല്ലാ തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടി 823 ശാഖകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ നമുക്ക് സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ വളർന്നു വന്നു. ആ വളർന്നു വന്നതിനെയും സമയോചിതമായി നേരിടാൻ വേണ്ടി സഹകരണ നിയമം തന്നെ ഭേദഗതി ചെയ്തു. 57 ഭേദഗതികളോട് സഹകരണ വകുപ്പ് 969 സഹകരണ നിയമം കാലോചിതമായി പരിഷ്കരിച്ചിരിക്കുന്നു. ഇനി മുതൽ സഹകരണ മേഖലയിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഒന്ന്, ഓഡിറ്റുകൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് ഉപയോഗിക്കുന്നത് മാറി ഇപ്പോൾ ടീം ഓഡിറ്റാക്കി മാറ്റി. 2, നമ്മുടെ ഇൻസ്പെക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ വന്നിരിക്കും. 3 ടേണിൽ കൂടുതൽ ഒരു ഭരണസമിതി അധികാരത്തിലിരിക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നിരിക്കുന്നു, നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, ബാങ്കിലെ ഡയറക്ടേഴ്സോ ജീവനക്കാരോ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത വരുത്തിയാൽ പിറ്റേ വർഷത്തെ ജനറൽ ബോഡിയിലെ വാർഷിക റിപ്പോർട്ടിൽ അത് പ്രസിദ്ധീകരിക്കണം, അവരുടെ ബാധ്യത എത്രയുണ്ടെന്ന്. കൃത്യമായി വേലി വിളവ് തിന്നാതിരിക്കാൻ സഹായിക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ കോമൺ സോഫ്റ്റ്വെയർ നമുക്ക് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതൊരു സഹകരണ സംഘത്തെ സംബന്ധിച്ചും, ഇപ്പോൾ തലശ്ശേരി ഈ കോടിയേരി ബാങ്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ ഈ കോടിയേരി ബാങ്കിൻ്റെ നമ്പർ നിങ്ങൾ നെറ്റിൽ കയറി കുത്തിയാൽ നിങ്ങൾക്ക് കൃത്യമായി വിവരങ്ങൾ കിട്ടുന്ന രൂപത്തിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം കാമീസ് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി കോമൺ സോഫ്റ്റ്വെയർ കൂടി വരുന്നു. അപ്പോൾ ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ഭാവിയിൽ ഏതെങ്കിലും സംഘത്തിന് ക്രൈസിസ് വന്നാൽ അവരെ സംരക്ഷിക്കാൻ 2 രക്ഷാകവചം തീർക്കുന്നു ഈ ബില്ലിൽ. ഒന്ന്, സഹകരണ പുനരുദ്ധാരണ നിധി. ഈ ബാങ്കിന് ഏതെങ്കിലും രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ നിങ്ങൾ ഈ ബാങ്കിൻ്റെ ഭരണസമിതി വയബിളായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി തന്നാൽ ആവശ്യമായ ഫണ്ട് കൊടുക്കും. അത് സമയബന്ധിതമായി തിരിച്ചടയ്ക്കണം. ക്രൈസിസ് പരിഹരിക്കാൻ സഹായകരമായി അത് മാറുക. മറ്റൊന്ന്, നിലവിലുണ്ടായിരുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീം. ഒരു സംഘം ലിക്വിഡേഷനിലേക്ക് പോകുമ്പോൾ ആ ലിക്വിഡേഷനിൽ പോകുന്ന സംഘത്തിന് 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്ന സ്കീമാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അത് മാറി. ഇപ്പൊ ഏതെങ്കിലും ഈ സംഘത്തിൽ നിക്ഷേപർക്ക് ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം മടക്കി കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഈ സംഘത്തിന് അപേക്ഷിച്ചാൽ ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് അപ്പം തന്നെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ നിക്ഷേപങ്ങൾക്ക് 2 രക്ഷാകവചം തീർക്കുകയാണ്. ഇത് ഏതെങ്കിലും മറ്റ് ബാങ്കുകളിൽ ഒന്നുമില്ലാത്ത സംരക്ഷണ കവചമാണ് എന്ന അഭിമാനത്തോടെ പറയുന്നു. സഹകരണ മേഖലയുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് അത് മാറിത്തീരും. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ മെമ്പർ റിലീഫ് ഫണ്ട് നടപ്പാക്കി. ഇതിൽ മെമ്പറായിരിക്കുന്ന ഏതൊരാൾക്കും ഗുരുതരമായ രോഗം ബാധിച്ചാൽ 1.5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കും. ഇതിൽ മെമ്പറായി വായ്പ എടുത്തിട്ടുള്ള ഒരാൾ ഗുരുതരമായ രോഗം ബാധിച്ചാൽ 1.25 ലക്ഷം രൂപ ചികിത്സാ സഹായം കൊടുക്കും. ഈ ബാങ്കിൽ മെമ്പറായിരിക്കുന്ന ഒരാൾ രോഗം ബാധിച്ച് മരിച്ച ഒരു വലിയ ലോൺ എടുത്തിട്ടുണ്ട്, 3 ലക്ഷം രൂപ വരെ റിസ്ക് ഫണ്ട് കൊടുക്കും. 4 ലക്ഷം രൂപ വായ്പ എടുത്ത ഒരാളിന് 3 ലക്ഷം പിന്നെ അടയ്ക്കണ്ട. ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലോ കൊമേഴ്സ്യൽ ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ സഹകരണ ബാങ്കിലേക്ക് നിങ്ങൾ നിക്ഷേപം കൊടുത്താൽ അതിൻ്റെ ഒരു ഗുണം നിശ്ചയമായും ഈ നാടിൻ്റെ പ്രത്യുത്പാദനപരമായ വികസന രംഗത്തും മേഖലകളിലും അത് വിനിയോഗിക്കും. കൊമേഴ്സ്യൽ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും എല്ലാം ഉത്തരപൂർവ്വ ഭാരതത്തിൽ കൊണ്ടുപോകും. ഇവിടെ നമുക്ക് 72.86 ആയി CD റേഷ്യോ വളർന്നിരിക്കുന്നു. മറ്റ് ചില ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 36% നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് അത്യാവശ്യം വരുന്ന ഏത് ഘട്ടങ്ങളിൽ ബാങ്കിനെ സമീപിച്ചാൽ സാധാരണക്കാരൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും വലിയ രൂപത്തിൽ അടിയന്തര ആശ്വാസം നൽകുന്ന രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ വരികയാണ്. ഇത്തരത്തിൽ ഒരു സഹകരണ പ്രസ്ഥാനം നാടിൻ്റെ അത്താണിയായി പ്രതീക്ഷാനിർഭരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു. അത്തരത്തിൽ ഇപ്പോൾ കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ അഭിമാനകരമായ പുരോഗതി കൈവരിച്ചതിൻ്റെ ഉള്ളടക്കമാണ് മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരവും ഓഡിറ്റോറിയവും വിപുലമായ വിശാലമായ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി മുന്നോട്ട് വന്നിരിക്കുന്നു. നാളുകളിൽ ഈ നാടിൻ്റെ നാനാതരത്തിലുള്ള ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ വലിയ സഹായം നൽകാൻ കഴിയുന്ന സങ്കേതമായി ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി
ഈ മനോഹരമായ മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അനുഭവ സമ്പത്തും നവീന കാഴ്ചപ്പാടുകളുമായി ഭരണപ്രതിപക്ഷങ്ങളെ കോർത്തിണക്കുന്ന കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ, വീതിയിൽ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, സ്വാഗതം പറഞ്ഞ എം കെ താഹിർ, കാരായി രാജേട്ടൻ, സി കെ രമേശേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് വളർച്ചയുടെ ഒരു ഘട്ടം പിന്നിടുകയാണ്. ദീർഘകാലമായി കോടിയേരിക്കാർ ആഗ്രഹിക്കുന്നതാണ് ഈ സർവീസ് സഹകരണ ബാങ്കിന് ഒരു മനോഹരമായ ഹെഡ് ഓഫീസ്. ആ ഹെഡ് ഓഫീസ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒപ്പം അതിവേഗത്തിൽ പട്ടണവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കോടിയേരി വില്ലേജ്. ഇവിടുത്തെ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് ഒരു ചെറു പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉതകുന്ന ഒരു ചെറിയ ഓഡിറ്റോറിയം, ഒരു മിനി ഓഡിറ്റോറിയം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ സർവീസ് സഹകരണ മേഖലയെക്കുറിച്ചും സഹകരണ മേഖലയെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കപ്പെട്ടു. ഈ സഹകരണ ബാങ്കിനെ വളർത്തിയത് ഈ നാട്ടിലെ ജനങ്ങളാണ്. കോടിയേരിക്കാരനാണ് ഞാനും. ഇവിടെ കൂടിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ബാങ്കിനെ ഇനിയും വളർത്താൻ നമുക്കെല്ലാം ഒത്തുപിടിച്ച് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല, കാരണം നട്ടുച്ച നേരമാണ്. നിങ്ങൾ ഈ ബാങ്കിലുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ചുരുക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പരിപാടി അവസാനിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രസംഗം എന്നതൊരു ഓർണമെൻ്റൽ മാത്രമാണ്. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോവാതെ ഈ സഹകരണ പ്രസ്ഥാനത്തെ, ഈ സഹകരണ ബാങ്കിനെ എപ്രകാരമാണോ നിങ്ങൾ ഇന്നലെ വളർത്തിയത്, അതുപോലെ ഇനിയും വളർത്താൻ നിങ്ങളുടെ പിന്തുണ ഈ ബാങ്കിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞ് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നടന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി കോടിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിച്ച റെപ്കോ ചെയർമാൻ ശ്രീ കാരായി രാജൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെയേറെ പരിമിതമായ, തികച്ചും അസൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ഹെഡ് ഓഫീസിലായിരുന്നു ഒരുപാട് വളർച്ചയെത്തിയ കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ HO പ്രവർത്തനം ഇതിനു മുമ്പ് നടന്നിരുന്നത് എന്ന് ഇതിൻ്റെ മെമ്പർമാർക്കും സഹകാരികൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. കാലത്തിൻ്റെ മാറ്റത്തിനൊപ്പം അംഗങ്ങളുടെ വിശ്വാസ്യതയെ കൂടുതൽ ദൃഢതരമാക്കി തീർക്കുന്ന വിധത്തിലാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നിക്ഷേപം സ്വീകരിക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് വായ്പകൾ എത്തിക്കാനും സാധിച്ചിട്ടുള്ള ഒരു സഹകരണ ബാങ്കാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക്. പഴയ കോടിയേരി പഞ്ചായത്തിൽ 2 സർവീസ് സഹകരണ സംഘങ്ങൾ, 2 ബാങ്കുകൾ പ്രവർത്തിച്ചതിനിടയിലാണ് ചെറിയ ഒരു മേഖലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് 8 ശാഖകളുള്ള 250ഓളം കോടി രൂപയുടെ നിക്ഷേപമുള്ള ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വളർന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുൻപിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള പൂർവ്വസൂരികൾ, പഴയകാല പ്രവർത്തകർ, ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് മിനി ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ സാമ്പത്തികമായി വരുന്ന എല്ലാ കാര്യങ്ങളും കോടിയേരി സർവീസ് സഹകരണ ബാങ്കിലൂടെ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സഹകരണ സ്ഥാപനമായി ഈ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തിരിച്ചിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം
ഇവിടെ സൂചിപ്പിച്ച് കഴിയുന്നുണ്ട്. അതിൻ്റെ നിക്ഷേപവും അതുപോലെ തന്നെ ബാങ്ക് നൽകിയിട്ടുള്ള വായ്പകളും മറ്റ് സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ കേവലം പണമിടപാടിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് എന്ന് നമുക്കറിയാം. മെമ്പർമാർക്ക് അതിൻ്റെ ലാഭവിഹിതം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങൾക്ക് താങ്ങും തണലുമായി മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഇതാണ് സഹകരണ സ്ഥാപനങ്ങൾ. അതിൻ്റെ ബാങ്കിൻ്റെ പരിധിക്കകത്ത് മാത്രമല്ല, നമ്മുടെ കേരളം ഒരു 6-7 കൊല്ലത്തിനിടയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടു. അതിലാദ്യമുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായി സഹകരണ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല, സഹകരണ മേഖല കൈവക്കാത്ത മേഖലകളില്ല. ഇപ്പോൾ സമസ്ത മേഖലയിലും സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഭാഗമായിട്ടുള്ള സഹകരണ സ്ഥാപനത്തെ തകർക്കുന്നതിനു വേണ്ടി സഹകരണ മേഖലയിലുള്ള നിക്ഷേപങ്ങൾ വൻകിട കോർപ്പറേറ്റുകളുടെ കൈമാറുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഇവിടെ മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സ്ഥാപനത്തെ തകർക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇവിടെ മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഹകരണ സ്ഥാപനത്തിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും സഹായവും ലഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. ജനങ്ങൾ ഈ സഹകരണ സ്ഥാപനത്തിൽ അർപ്പിച്ചുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ ഇതിൻ്റെ ഭരണസമിതിക്കും മറ്റും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഡൈനിങ് ഹാളിലെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാട്ടുകാരെ, കണ്ണൂർ ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിലൊന്നായ കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് കെട്ടിടം ഉൾപ്പെടെയുള്ള വിവിധ ഹാളുകൾ എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനും സമഗ്രമായ എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ഇടപെടൽ ഇന്ന് സഹകരണ പ്രസ്ഥാനം ഇതോടൊപ്പം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഒരു എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കോടിയേരി ബാങ്കിനെ സംബന്ധിച്ചോളം ഈ സേവനങ്ങളെല്ലാം തന്നെ ഏത് സേവനങ്ങളും സഹകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാന സഹകരണ തത്വങ്ങളിലൊന്നായ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, അതിൽ ഉറച്ചു നിന്ന് തന്നെ എല്ലാ സേവനങ്ങളും ഇതിനോടകം തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറുന്ന ജീവിത സാഹചര്യങ്ങളെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ബാങ്കിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്കിലെ ജീവനക്കാർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സഹകരണ വകുപ്പിൻ്റെ പേരിലും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തലശ്ശേരി താലൂക്കിലെ സഹകരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും മികച്ച നിലയിൽ തന്നെ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കോടിയേരി സർവീസ് സഹകരണ ബാങ്ക്.
സൂപ്പർ ഗ്രേഡ് പദവിയിൽ പ്രവർത്തിക്കുന്ന കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയും ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളത് തന്നെയാണ്. ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് ഈ സ്ഥാപനത്തിന് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ കഴിഞ്ഞ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ വകുപ്പ് സംഘടിപ്പിച്ച നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ തലശ്ശേരി താലൂക്കിൽ 1ാം സ്ഥാനത്തെത്താനായിട്ട് കോടിയേരി സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വയനാടുണ്ടായ ദുരന്തമുഖത്ത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ഫ്രീസറുകളടക്കമുള്ള സേവനങ്ങൾ എത്തിക്കുന്നതിനും കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലും ബാങ്കിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ബാങ്കിന് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ ഇന്നത്തെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേദിയിലുണ്ടായ ഈ എല്ലാ ആളുകളെയും ആശംസിക്കുകയാണ്. ഹെഡ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയായ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മന്ത്രി ശ്രീ PN വാസവൻ, മുഖ്യാതിഥിയായി പങ്കെടുത്ത കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AM ഷംസീർ, ബാങ്ക് പ്രസിഡന്റ് അടക്കം വേദിയിലുള്ള സഹകരണ രംഗത്തെ ഉദ്യോഗസ്ഥരെ, രാഷ്ട്രീയ നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, സഹകരണ മേഖലയെ സംബന്ധിച്ച ഏറെ കാര്യങ്ങൾ വിവിധ പ്രമുഖരായ വ്യക്തികളുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും അതിൻ്റെ വളർച്ചയും രണ്ടും ഒരേപോലെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ചടങ്ങിൽ പ്രാസംഗികരായി എത്തിയവരെല്ലാം കാര്യങ്ങൾ പരാമർശിച്ചത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ മേഖലയിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5-6 വർഷം എന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിയതും ഈ 5-6 വർഷമാണ്. പക്ഷേ കോടിയേരി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബാങ്കിൻ്റെ വളർച്ചയിൽ നാഴികക്കല്ലായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നത് ഈ പ്രതിസന്ധി കാലഘട്ടമെന്ന് വിശേഷിപ്പിച്ച ഈ കഴിഞ്ഞ 6 വർഷമാണ്. അനുസൃതമായ വളർച്ചയിലൂടെ ഈ ബാങ്കിനെ കോടിയേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഓരോ വീടുകളിലെയും അതിലെ ജനങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ടുമാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുപോയത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഏറെ സഹകരണം, നിർലോഭമായ സഹകരണം ജനങ്ങളിൽ നിന്ന് ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ വളർച്ച നേടുന്നതിനും അതേപോലെ ജനസേവനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ഈ ബാങ്കിന് കരുത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാവശ്യമായ തരത്തിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ നയിച്ചു കൊണ്ടുപോകുന്നതിനും ഈ ബാങ്കിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകുന്നതിനും ഈ നാടാകെ ഒന്നിച്ചുണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അറിയാം, ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു കെട്ടിടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ സംരംഭങ്ങളും അതാത് പ്രദേശത്തിൻ്റെയും കൂടി വികസനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്ന് അങ്ങോട്ടും ഇനി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടന്നത്. നമുക്കറിയാം, ദീർഘകാലമായി കോടിയേരി ബാങ്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ 8 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാങ്കിനൊരു സൗകര്യപ്രദമായിട്ടുള്ള ഹെഡ് ഓഫീസ് കുറേ കാലമായി
ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്നിവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നതും അതോടൊപ്പം തന്നെ ഒരു ഓഡിറ്റോറിയം നമ്മുടെ പ്രദേശത്തുള്ള വിവാഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന നിലയിലുള്ള ഒരു ഓഡിറ്റോറിയം ഉൾപ്പെടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും സഹകരണ പ്രസ്ഥാനം നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖല എന്നുള്ളതിൽ വരും നാടുകളിലും കോടിയേരി ബാങ്കിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ, അതിനുവേണ്ടി ഭരണസമിതിക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിക്കും അതേപോലെ ജീവനക്കാർക്കും ഏറെക്കാലമായി ആഗ്രഹിച്ച ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനിയും കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിക്കും അതേപോലെ അതിനെല്ലാവിധ ഊർജവും തേജസ്സും നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം മാത്രം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലുള്ള പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസും അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഈ ഹെഡ് ഓഫീസ് കെട്ടിടവും മറ്റും ജനകീയ ബാങ്കിംഗ് സംവിധാനത്തിൻ്റെ ജനങ്ങളുടെ സഹകരണത്തിൻ്റെ വലിയ ഒരു പ്രതിഫലനമാണ്. ഈ ജനകീയ ബാങ്കിംഗ് സംവിധാനം ഒരുപാട് ഉയരട്ടെ. ഇതിന് മുഖ്യ പങ്കുവഹിച്ച ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും അതേപോലെ ജീവനക്കാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ശ്രീ MK താഹിർ ഉൾപ്പെടെയുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് കെട്ടിട ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ആഹ്വാനം ചെയ്ത യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ദിനമായ ഇന്ന് എല്ലാവർക്കും ഹൃദയപൂർവ്വം മഹാസമാധി ദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മഹത് വ്യക്തികൾക്കും എല്ലാവിധ ജീവിത വിജയാശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്, നവീകരിച്ച ഹെഡ് ഓഫീസ്, പുതുതായി പണിത ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ ബാങ്ക് കോടിയേരിയുടെ ഒരു പ്രകാശഗോപുരമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്ത് ആവശ്യം പാവപ്പെട്ടവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യം ആലോചിക്കുക ഈ ബാങ്കിനെ കുറിച്ചാണ്. ബാങ്കിൽ ലോണിനും മറ്റും പോയിരുന്ന ഒരു കാലഘട്ടം നമ്മളെ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. അന്ന് ലോൺ തരാനും മറ്റും സഹായിച്ച ബഹുമാനായ പഴയ പ്രസിഡന്റുമാരെയും അതുപോലെ ബാങ്കിൻ്റെ ഭാരവാഹികളെ ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ MM നാണു നമ്പ്യാർ തുടങ്ങി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാഘവേട്ടൻ, അതുപോലെ ബഹുമാനായ K. ഗംഗാധരൻ, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടറുടെ പിതാവ് ബാലരാജ്, ബ്രിജേഷിൻ്റെ പിതാവ് ബാലരാജ് തുടങ്ങി അന്ന് കാലഘട്ടങ്ങളിൽ ഈ ബാങ്കിനെ നയിച്ച ഒരുപാട് പൂർവ്വസൂരികളുണ്ട്. അവരുടെ ത്യാഗഫലമായിട്ടാണ് ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ വളർന്നു വന്നത് എന്നത് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനിപ്പോൾ പോലും എൻ്റെ അടുത്തൊരു ബന്ധുവിന് MBBS കിട്ടിയപ്പോൾ പെട്ടെന്ന് സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ഈ ബാങ്കിനെ സമീപിച്ചിട്ടാണ് ആ ലോണ് പാസ്സാക്കിയെടുത്തത്. അങ്ങനെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്കിന് പാവങ്ങളുടെ കണ്ണീരൊപ്പാനും കൂടി വളരെ അവർ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുമ്പോഴും അതുപോലെ ലോൺ തിരിച്ചടക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുമ്പോഴും അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം ഏത് രീതിയിലെങ്കിലും ബാങ്ക് അതിൻ്റെ അസറ്റിൽ നിന്നും കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഈ ബാങ്ക് ഉത്തരോത്തരം വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, കോടിയേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ,
വ്യക്തികളായിട്ടുള്ള നമ്മുടെ സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർ ഏറെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചതിന് അദ്ദേഹത്തെ കോടിയേരി ബാങ്കിൻ്റെ ഭരണസമിതിയുടെ പേരിലും ജീവനക്കാരുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ആർദ്രമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ വിശിഷ്ട വ്യക്തിയായി നമ്മുടെ നാട്ടുകാരനും കേരള നിയമസഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ എൻ ശംസീർ അവറുകൾ ഇതിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ആ ശംസീറിനെയും നമ്മൾ കോടിയേരി ബാങ്കിനും അതുപോലെ തന്നെ ഭരണസമിതിക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചത് നമ്മുടെ തലശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചറാണ്. ജമുന റാണി ടീച്ചറെയും ഈ ചടങ്ങിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ M.K. താഹിർ അവറുകളാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കെട്ടിടത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മിനി ഓഡിറ്റോറിയം നമ്മുടെ റെപ്കോ ചെയർമാൻ കാരായി രാജേട്ടനാണ് നിർവഹിച്ചിട്ടുള്ളത്. കാരായി രാജേട്ടനെയും ഭരണസമിതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജീവനക്കാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കെട്ടിടത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാളിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മുൻ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സർക്കിൾ സഹകരണ യൂണിയൻ മുൻ ചെയർമാനും നമ്മുടെ മുൻ നഗരസഭാ ചെയർമാനുമായിട്ടുള്ള C.K. രമേശേട്ടനാണ്. C.K. രമേശേട്ടനെയും ഈ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഭരണസമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ JR രാമകൃഷ്ണൻ അവറുകളാണ്. രാമകൃഷ്ണൻ അവറുകളെയും ഈ ചടങ്ങിൽ വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ നിക്ഷേപകർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങ് നിക്ഷേപ സമാഹരണം അതിൻ്റെ ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തലശ്ശേരി AR മേഡം ഉഷ മേഡത്തിനെയും ഈ കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടിയും ജീവനക്കാർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ വൈസ് ചെയർമാൻ തലശ്ശേരി നഗരസഭ മുൻ പ്രസിഡന്റ് കൂടിയാണ് ബാങ്കിൻ്റെത് MP ജയരാട്ടനെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള വാർഡ് കൗൺസിലർ മിനിയേച്ചി, അതുപോലെ തന്നെ നമ്മുടെ B. സതി പ്രസിഡന്റ് തലശ്ശേരി മുനിസിപ്പൽ സഹകരണ സംഘം അവരെയും ബാങ്കിന് വേണ്ടിയും ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രതിനിധികളായിട്ടുള്ള A. ശശി, അതുപോലെ തന്നെ KM ശ്രീശൻ, പ്രസീൽ ബാബു, ഖാലിദ് മാസ്റ്റർ, സുരേഷ് ബാബു പുത്തലത്ത് വരുന്ന അറിയിച്ചാൽ അവർ വന്നിട്ടില്ല. അവരെയും ഈ ചടങ്ങിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനം എടുക്കുന്ന ഈ ഹെഡ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ അഹോരാത്രം പ്രയത്നിച്ച നമ്മളുടെ ഊരാളങ്കൽ സൊസൈറ്റി അവരുടെ ആദരവ് ഇന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ GM രാജീവ് സാർ ഇവിടെ ഉണ്ട്. രാജീവ് സാറേയും അതുപോലെ തന്നെ ഊരാളങ്കൽ സൊസൈറ്റിയിലുള്ള മുഴുവൻ ജീവനക്കാരെയും ബാങ്കിന് വേണ്ടിയും അതുപോലെ തന്നെ ഭരണസമിതിക്ക് വേണ്ടിയും ജീവനക്കാർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മളെ ബാങ്കിൻ്റെ കസ്റ്റമറെയും എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ സ്റ്റേജും അതുപോലെ തന്നെ ലൈറ്റും സൗണ്ടും തന്നിട്ടുള്ള PTS മാടപ്പിടികയെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു കലാവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ആ ടീമിനെയും കുട്ടാപ്പ് കഥ ടീമിനെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ആലോചിച്ച മുതൽ അഹോരാത്രം നമ്മുടെ ബാങ്കുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ജീവനക്കാരെയും ഈ
ഈ ചടങ്ങിലേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.